തിരുവനന്തപുരത്ത് ബി.ജെ.പി കൗൺസിലർ ഉദയനെതിരെ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ഇയാൾ വായ്പയെടുത്തത്. ഉദയന്റെയും ബന്ധുക്കളുടെയും പേരിൽ 2.5 കോടിയോളം രൂപയാണ് വായ്പയെടുത്തതെന്ന് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു. മാനസ മനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. മാനസ, വായ്പാ തുക തിരിച്ചടയ്ക്കാത്തതോടെ സംഘം തകർച്ചയിലായി എന്നൊരു ആരോപണവും കൂടി ഇപ്പോൾ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരുമല അനിലിന്റെ അതേ മാനസികാവസ്ഥയിലാണ് താനെന്നുമാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും സിന്ധൂരി, ബി ജെ പി കൗൺസിലർ കാരണം ഒരു തകർച്ച അവസ്ഥയിലെത്തിയ ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അല്ലെങ്കിൽ പരാതി പങ്കുവെച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇയാൾ പരാതി പങ്കുവെച്ചത്. സോഷ്യൽ മീഡിയയിൽ തനിക്കും തിരുമല അനിലിൻ്റെ അതേ അവസ്ഥയിലാണ് താൻ കടന്നു പോകുന്നത് എന്ന പരാമർശം, അതായത് ആത്മഹത്യയുടെ വക്കിലാണ് താൻ എത്തി നിൽക്കുന്നത് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ചെമ്പഴന്തി വാർഡ് കൗൺസിലറായ ബി.ജെ.പി കൗൺസിലറായ ഉദയൻ ആണ് ഇത്തരത്തിൽ 2.5 കോടിയോളം രൂപ ഈ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നത്. ഈ കൗൺസിലറുടെയും അതോടൊപ്പം തന്നെ കൗൺസിലറുടെ ബന്ധുക്കളുടെയും പേരിലാണ് വായ്പ എടുത്തിരിക്കുന്നത്. ആകെയുള്ള തുക, തിരിച്ചടവ് തുകയാണ് 2.5 കോടിയോളം രൂപയിൽ എത്തി നിൽക്കുന്നത്. ഈ തുക കിട്ടിയാൽ തന്നെ വായ്പ എടുത്തവർക്കൊക്കെയും തന്നെ നിക്ഷേപം നൽകിയ ആളുകൾക്കൊക്കെയും തന്നെ തിരിച്ചു നൽകാൻ കഴിയും എന്ന കാര്യമാണ് ഈ ജയകുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 2017 മുതലാണ് ഇത്തരത്തിൽ വായ്പ ഉദയൻ്റെ ബന്ധുക്കളുടെ പേരിലൊക്കെയും തന്നെ എടുത്തിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ തിരിച്ചടവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ തിരിച്ചടക്കാത്തതിനോടൊപ്പം തന്നെ തകർച്ച അവസ്ഥയിലായതിനെ തുടർന്ന് ഇത്തരത്തിൽ ബി.ജെ.പി നേതാക്കളെ, പ്രത്യേകിച്ച് അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന വി രാജേഷിനെ ഉൾപ്പെടെ കണ്ടും അതോടൊപ്പം തന്നെ ഫോണിൽ വിളിച്ചും ഇക്കാര്യം അറിയിച്ചിരുന്നു. ബി.ജെ.പി കൗൺസിലറാണ് ഇത്തരത്തിലൊരു തിട്ടൂരം കാണിച്ചിരിക്കുന്നത്. അതിൽ കർശനമായ ഒരു നടപടിയോ അല്ലെങ്കിൽ പരിഹാര മാർഗമോ കണ്ടെത്തണം, അല്ലെങ്കിൽ പരിഹാരം കിട്ടിയേ മതിയാകൂ എന്ന അഭ്യർത്ഥന അറിയിച്ചുകൊണ്ടാണ് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെ കണ്ടിരുന്നത്. എന്നാൽ രാജേഷ് ഇതിൽ കാര്യമായ രീതിയിൽ ഒരു പരിഹാരം ഒന്നും തന്നെ കണ്ടില്ല എന്നത് മാത്രമല്ല, ഈ ഉദയനുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ജയകുമാറിൻ്റെ ഈ ഒരു ആവശ്യം പരിഗണിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അതും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ഉദയനും അതോടൊപ്പം തന്നെ ഉദയൻ്റെ കുടുംബാംഗങ്ങളും എത്രത്തോളം വായ്പയാണ് എടുത്തിരിക്കുന്നത് എന്നതിൻ്റെ കണക്കുകളൊക്കെയും തന്നെ കൈരളി ന്യൂസിന് ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൻ തുക, അതായത് 2.5 കോടിയോളം രൂപ ഒരു സഹകരണ സംഘത്തിൻ്റെ നിക്ഷേപകർക്കൊക്കെയും തന്നെ തിരിച്ചു കൊടുക്കാവുന്ന തുക മുഴുവൻ അയാളുടെ പേരിലും അതോടൊപ്പം തന്നെ അയാളുടെ ബന്ധുക്കളുടെ പേരിലും വായ്പ എടുത്തിരിക്കുകയാണ്. പിന്നാലെ ബാങ്ക് തകർച്ച അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല, ഇതിനു മുൻപും ചെമ്പഴന്തി ഈ സഹകരണ സംഘത്തിൽ മുൻപും വാർത്തയായിട്ടുണ്ട്. അതായത് വായ്പ എടുത്തയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ നിക്ഷേപകനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർത്ത് ഈ ബി.ജെ.പി കൗൺസിലറും മറ്റ് നേതാക്കളും ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുത്തി തീർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതും ബാങ്കിനെ, സഹകരണ സംഘത്തെ തകർച്ചാവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് ഈ പരാതി ഉന്നയിച്ച ജയകുമാർ പറയുന്നത്. തീർച്ചയായും ഇത് ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം തിരുമല അനിലിൻ്റെ അതേ അവസ്ഥയിൽ താനും പോകുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ആത്മഹത്യ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ ഉദയൻ ചെയ്യുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഭീഷണി കത്ത് അയച്ചു. അതായത് ഇത്തരത്തിൽ എല്ലാവരോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വി രാജേഷിന് ഉൾപ്പെടെ ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദയൻ ഈ ജയകുമാറിന് ഭീഷണി കത്ത് നൽകി എന്ന കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഇത് ഗൗരവതരമായ വിഷയം തന്നെയാണ്. ഇതിൽ ഒരു പരിഹാര മാർഗം ഉണ്ടായേ മതിയാകൂ എന്നതാണ് ജയകുമാറിൻ്റെ ആവശ്യം. സിന്ധൂരി, മാനസ, ഇപ്പോൾ ഈ മാനസ പറഞ്ഞതുപോലെ തന്നെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ വ്യക്തമായ ഒരു കാര്യം, കുറേയധികം ആളുകൾ, അതായത് ബി.ജെ.പിയിൽ തന്നെയുള്ള കുറേയധികം ആളുകൾ, നേതൃസ്ഥാനത്തിലിരിക്കുന്നവർ ആ തിരുമല അനിൽ ഭാരവാഹിത്വം വഹിച്ചിരുന്ന ഈ സംഘത്തിൽ നിന്നും, സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുക്കുന്നു, തിരിച്ചടയ്ക്കാതിരിക്കുന്നു. ഈ പ്രശ്നം നേതൃത്വത്തിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ അതേ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ
പറഞ്ഞ സംഘത്തിലെ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആളും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. ഈ ഉദയൻ എന്ന ആൾ ഏതാണ്ട് 2.5 കോടി രൂപ ഈ വായ്പ എടുത്ത് ഈ സംഘത്തെ തകർക്കുകയാണ്. അതുമാത്രമല്ല ഭീഷണിപ്പെടുത്തുകയാണ്. ഇയാൾ ഈ തുക തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നവർക്കും നിക്ഷേപകരുടെ തുകയും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം പ്രശ്നങ്ങൾ വളരെ ഓപ്പണായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ മാധ്യമങ്ങളോടും പങ്കുവെക്കുമ്പോഴും ഇവിടുത്തെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ആരും ഇതിനോട് ഇടപെടുന്നില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയല്ലേ BJPയിലെ? തീർച്ചയായും അത് തന്നെയാണ് സിന്ധൂരി. BJPയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു കാണിക്കേണ്ടത്. കാരണം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന VV രാജേഷിനോട് തന്നെ ഇക്കാര്യം പറയുമ്പോൾ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല BJP കൗൺസിലറുടെ ഇത്തരത്തിലുള്ള അഴിമതിയും വായ്പാ തട്ടിപ്പും നേരത്തെ തന്നെ തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. നിരവധി ആളുകൾ, അതായത് BJP കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ സംഘത്തിൽ നിന്നും BJP നേതാക്കൾ തന്നെ, അതിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഉൾപ്പെട്ട നേതാക്കളൊക്കെയും വായ്പ എടുത്ത് തിരിച്ചടക്കാതെ വന്നതോടെയാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അത് അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാ കുറിപ്പിലും സൂചിപ്പിച്ചിട്ടുണ്ട്. നേതൃത്വവും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതും വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. മാത്രമല്ല BJPയുടെ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതിയും തട്ടിപ്പും നിരവധി തവണ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിനെ ഗൗരവതരമായി കാണേണ്ട വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. സാധാരണക്കാർക്ക് പോലും ഈ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒരു ജനപ്രതിനിധി കൂടിയാണ് ഈ കൗൺസിലർമാർ എന്ന് പറയുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് സാധാരണ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൗരവതരമായി ഈ വിഷയം പരിഹരിച്ചേ മതിയാകൂ എന്ന് തന്നെയാണ് അദ്ദേഹവും ആവശ്യപ്പെടുന്നത്. ജയകുമാർ പറയുന്നത്, നിക്ഷേപകർക്ക് 2.5 കോടിയോളം രൂപയുണ്ടെങ്കിൽ നിക്ഷേപകർക്ക് എല്ലാവർക്കും തന്നെ തുക കൊടുക്കാൻ കഴിയും. ഈ ഉദയന്റെ തിട്ടൂരം കാരണം തനിക്ക് നിക്ഷേപകർക്ക് തുക നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ തുക ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ ഭീഷണി കത്ത് നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തിട്ടൂരം തന്നെയാണ്. അതിൽ ഒരു പരിഹാരം കണ്ടേ മതിയാകൂ, അല്ലെങ്കിൽ തനിക്കും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജയകുമാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ BJP നേതൃത്വം, ഇപ്പോൾ ജില്ലാ നേതൃത്വം, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു ആളുടെ കൂടി ആത്മഹത്യക്ക് BJP നേതൃത്വം ഉത്തരം പറയേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം ഇതിൽ ഇടപെട്ടേ മതിയാകൂ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഉദയനും ഉദയന്റെ കുടുംബാംഗങ്ങളും പോരാത്തതിന് സഹപ്രവർത്തകർ കൂടി ഇതിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയും തന്നെ ഉദയന്റെ ഇടപെടലിലൂടെയാണ് വായ്പ എടുത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് ജയകുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP കൗൺസിലർ ഉദയനെതിരെയാണ് ഇത്തരത്തിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.